സങ്കീർത്തനങ്ങൾ 51-11 വാക്യം ഇന്നത്തെ ധ്യാനത്തിനായി ചിന്തയ്ക്കായി നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിച്ചാട്ട്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആട്ടിക്കളയപ്പെടരുതേ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പുറപ്പുകളെ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും വിലയുള്ളത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുകയും ചെയ്ത മനുഷ്യനാണ്. അവൻ ജന്തുജാലങ്ങളെപ്പോലെയോ പർവ്വജാതികളെപ്പോലെയോ സൃഷ്ടിക്കപ്പെട്ടവനല്ല. അവയ്ക്കൊന്നും ആത്മാവില്ല. എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യന് ആത്മാവുണ്ട്. തന്നെയുമല്ല, അവയെയൊക്കെ സൃഷ്ടിതമായ ദൈവം ഒരു വാക്കിനാൽ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ മനുഷ്യനെ തൻ്റെ കരവിരുതിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിലയുള്ളതും ശ്രേഷ്ഠവുമായ സൃഷ്ടി മനുഷ്യനാണ്. വിലയില്ലാത്തതും നശിക്കുന്നതുമായത് മനുഷ്യൻ തള്ളിക്കളയുകയും വിലയുള്ളതിനെ ചേർത്തുകൊള്ളുകയും സൂക്ഷിക്കുകയുമാണ് സാധാരണ മനുഷ്യൻ ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ ഭക്തനായ ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നത് വിലയില്ലാത്ത കേടുവന്നതായ ഒന്നിനെ തള്ളിക്കളയുന്നത് പോലെ അങ്ങനെ തള്ളിക്കളയരുതേ എന്നാണ്. ഞാൻ വിലയില്ലാത്തവനായി മാറ്റപ്പെടരുത് എന്നൊരു പ്രാർത്ഥന. കുടപ്രഭുകളെ, കയീൻ എന്ന ദുഷ്ടനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് ആട്ടിക്കളയപ്പെട്ടതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഈ വാക്യമുണ്ട്. സഹോദരനെ കൊന്ന് കൊടിയ പാപം ചെയ്തവനായ കയീൻ പറയുന്നു, എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. പാപം ചെയ്യുന്നവന്റെ ദീനരോധനം, ദൈവമേ, പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയ പാപമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നീ എന്നെ ആട്ടിക്കളഞ്ഞിരിക്കുന്നുവല്ലോ എന്നാണ്. ഇവിടെ ദാവീദിന്റെ ആവശ്യം കയീനെ പോലെ എന്നെ ആട്ടിക്കളയരുതേ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്നാണ്. ദൈവം ഒരുവനെ തള്ളിക്കളഞ്ഞാൽ അവൻ്റെ ജീവിതം എത്രയേറെ ദുരിതപൂർണമാകുമെന്ന് കണ്ടറിഞ്ഞവനാണ് ഭക്തനായ ദാവീദ്. ദൈവം തള്ളിക്കളഞ്ഞാൽ പിന്നെ ആർക്കുമേ അവനെ സഹായിക്കാൻ, അവനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ദൈവം തള്ളിക്കളഞ്ഞവനെ സഹായിക്കാൻ തുനിയുന്നവനും ദൈവകോപത്തിനിരയായിത്തീരും എന്ന് മറക്കരുത്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നു, ദുഷ്ടന് സഹായം ചെയ്യരുത്. ദൈവം ശൗലിനെ രാജസ്ഥാനത്തും തള്ളിക്കളഞ്ഞതും
ശൗൽ ദുരാത്മബാധിതനായി കഷ്ടപ്പെടുന്നതും അവസാനം ഒരു വാളിൽ തീരുന്നതും കണ്ടവനാണ് ഭക്തനായ ദാവീദ്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും ഞാൻ ഒരിക്കലും ദൈവത്താൽ കൈവിടപ്പെട്ടു പോകാൻ ഇടയാകരുത് എന്നാണ്. ശൗൽ തള്ളപ്പെട്ടത് കണ്ട ശമൂവേൽ ദുഃഖിതനായെങ്കിലും ദൈവഹൃദയത്തിന് ശൗലിനോട് അനുകമ്പ തോന്നിയില്ല. ദൈവം തള്ളിക്കളഞ്ഞവന് വേണ്ടി ആര് കരഞ്ഞാലും ആരൊക്കെ വിളിച്ചപേക്ഷിച്ചാലും അവർ വിടുവിക്കപ്പെടുകയില്ല. എന്നാൽ മനുഷ്യർ തള്ളിക്കളഞ്ഞിട്ട് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കൂടപ്പുറപ്പേ, നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. ദൈവം നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഉണ്ട്. നാം എപ്പോഴും ഭയപ്പെടേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ കാര്യം, മനുഷ്യർ തള്ളിയാലും വേണ്ടില്ല, ദൈവം എന്നെ ഒരിക്കലും തള്ളിക്കളയുവാൻ, അവൻ്റെ സന്നിധിയിൽ നാട്ടിക്കളയുവാൻ ഇടയാകരുത് എന്നതായിരിക്കണം. ശൗൽ തള്ളപ്പെടുവാൻ കാരണം അവൻ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചില്ല. യാഗപീഠത്തിൽ അവൻ അതിക്രമം കാണിച്ചു എന്നുള്ളതായിരുന്നു. പ്രിയരെ, നാം ഏറെ സൂക്ഷിക്കേണ്ടതായ കാര്യം, നാം ഏറ്റെടുക്കുകയും അനുസരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതും പറഞ്ഞിരിക്കുന്നതുമായ വചനങ്ങൾ, കൽപ്പനകൾ അനുസരിക്കുകയും അപ്പോസ്തല ഉപദേശങ്ങൾ നാം പാലിക്കുകയും നമ്മുടെ ആരാധനയുടെ യാഗപീഠം ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. കൂടപ്പിറപ്പുകളെ, ദൈവം വിളിച്ചവനെ ദൈവം വിശ്വസ്തയോടുകൂടി ആരാധിക്കുന്നവനായി സേവിക്കുന്നവനായും കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നാം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നവരായി തീരണം. ദൈവത്തെ വിട്ടുമാറി ജീവിതത്തിൽ ദോഷം പ്രവർത്തിക്കുവാൻ പ്രിയരെ ശത്രു നമ്മെ വശീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിനെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുവാൻ ശത്രു നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ വേലയ്ക്ക് ദോഷം ചെയ്യുവാൻ ശത്രുവിൻ്റെ തന്ത്രം നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, അതെല്ലാം വിട്ടുമാറി, ശത്രുവിനെ വിട്ടുമാറി ദൈവത്തോട്, അവന്റെ വചനത്തോട് ചേർന്നിരിക്കുക. തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയത്തെ ഒരിക്കലും ദൈവം നിരസിക്കുകയില്ല. ദൈവം തള്ളിക്കളഞ്ഞ അനേകർ നശിച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ചിലതൊക്കെ പ്രിയരെ നാം കണ്ടിട്ടുണ്ടാകാം. അതിൽ നിന്നും നാം ഗ്രഹിച്ചറിയേണ്ടതായ കാര്യം തിരിച്ചറിഞ്ഞു, ദൈവമേ, ഞാൻ വിലയില്ലാത്ത ഒന്നിനെ പോലെ ആകരുതേ, എന്നെ തള്ളിക്കളയരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കോരഹപുത്രന്മാരെ പോലെ യാഗപീഠ കൊമ്പുകളെ കെട്ടിപ്പിടിച്ച് യാഗപീഠത്തോട് ചേർന്ന് കിടന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുന്നേറും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായി സ്തോത്രം. അപ്പം ഞങ്ങൾ വായിച്ച, കേട്ട, ധ്യാനിച്ച, ചിന്തിച്ച ഈ വചനം ശക്തമായ ഒരു ദൂതായി, മുന്നറിയിപ്പായി ഞങ്ങൾക്ക് നൽകി തന്നതാണ് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് ഓരോ ദിവസവും ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ, ആരാധിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഒരിക്കലും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയപ്പെടരുതേ. ഞങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കരുതേപ്പാ. എടുക്കപ്പെടാതെ തള്ളപ്പെടുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടാകരുതേ. ഈ ഒരു പ്രാർത്ഥനയോടെ എല്ലാ ദിവസവും ഞങ്ങൾ ജീവിക്കുക. ഞങ്ങളിൽ നിന്ന് ഒഴിച്ചു കളയേണ്ടതിനെല്ലാം ഒഴിച്ചു കളയാൻ, ഞങ്ങൾ വിട്ടുമാറേണ്ടതിനെല്ലാം വിട്ടുമാറി ദൈവത്തോട് അടുത്ത് നടക്കാൻ, ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഇന്ന് പകലിൽ അപ്രകാരം ജീവിക്കുവാൻ, പരിശീലിപ്പിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം. ജനം വിടുവിക്കപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ. അനേകർ രക്ഷിക്കപ്പെടാൻ ഇടയാകട്ടെ. ഞങ്ങൾ നിമിത്തം അനേകർ സ്നാനപ്പെടാൻ ഇടയാകട്ടെ. ഞങ്ങൾ നിമിത്തം ദൈവസഭ ഉദ്ധരിക്കപ്പെടാൻ, വളർത്തപ്പെടാൻ ഇടയാകട്ടെ. കർത്താവിന് മാത്രം ഞങ്ങൾ മഹത്വം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. യാഗത്താലേ വീണ്ടെടുത്തു ശാപം
ധന്യം